Chapter 9 House of 102. Part 1 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് 2 വീഡിയോ കാണാം. പാർട്ട് 1 വീഡിയോയിൽ എവിടെ വെച്ചാണോ നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ നിന്നാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. Match the quantities on left with the appropriate number on the right. ലെഫ്റ്റ് സൈഡിൽ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കുറച്ച് നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിന് ഏറ്റവും മാച്ച് ആവുന്ന നമ്പർ ഏതാണോ അതിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടാവും? ഏകദേശം വലിയ സ്കൂൾ ആണെങ്കിൽ മോർ ദാൻ 1000 ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ ഏകദേശം ഒരു 500 to 1000 കുട്ടികൾ ഉണ്ടാവും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നമ്പർ ഓഫ് ബുക്സ് ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഏകദേശം എത്ര ബുക്സ് ഒക്കെ ഉണ്ടാകും? മേ ബി 50 to 100. നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ബസ്. ഒരു ബസ്സിൽ എത്ര പേരുണ്ടാവും? മേ ബി 0 to 10 അല്ലെങ്കിൽ 10 to 50 അങ്ങനെയൊക്കെ വരും അല്ലേ? അപ്പൊ നമുക്ക് ഏകദേശം ഇത് മാച്ച് ചെയ്യാം. ഇനി നമ്പർ ഓഫ് പേജസ് ഇൻ യുവർ മാത്തമാറ്റിക്സ് ബുക്ക്. നിങ്ങളുടെ മാത്തമാറ്റിക്സ് ബുക്കിൽ എത്ര പേജ് ഉണ്ട്? Somewhere around 100 to 200. Number of steps you walk in a day. ഒരു ദിവസം നിങ്ങൾ ഏകദേശം എത്ര സ്റ്റെപ്സ് നടക്കാറുണ്ട്? മേ ബി 201 to 500. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം, ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം. നമ്പർ ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ. സ്റ്റാർസ് ഇൻ ദ സ്കൈ നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ല അല്ലേ? അത് ലക്ഷക്കണക്കിനുണ്ട്, വളരെയധികം കൂടുതലാണ്. സോ മോർ ദാൻ 1000. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ എ ഗാർലൻഡ്. ഒരു ഗാർലൻഡിൽ ഏകദേശം എത്ര പൂക്കൾ ഉണ്ടാകും? മേ ബി 11 to 50. അല്ലെങ്കിൽ ഇതിന് നമുക്ക് 0 to 10 ആയാലും കൊടുക്കാം. അങ്ങനെ ഏകദേശം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്ന നമ്പറിന് മാച്ച് ചെയ്യാം. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് സച്ച് ദാറ്റ് ഓൾ ദ കണ്ടീഷൻസ് ആർ മാച്ച്. ഈ ഒരു ലെഫ്റ്റും റൈറ്റും ഇതുപോലെ തന്നെ മാച്ച് ചെയ്യാൻ ശ്രമിക്കാം. I have 2 zeros as digit. റൈറ്റ് സൈഡിലുള്ള നമ്പറിന്റെ ക്ലൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 2 zeros at digit. ഇവിടെ ഏതിലൊക്കെയാണ് 2 zeros ഉള്ളത്? ഈ രണ്ട് നമ്പറിലും 2 digits ഉണ്ട് അല്ലേ? And I am very close to 99. 99നോട് വെരി ക്ലോസ് ആരാണ്? 100 ആണോ 400 ആണോ? It's 100. I have 300s, 6 10s and 7 1. 300s, 6 10s and 7 1. ആരാണത്? 367. I have 0 10s and 0 1s. ഇനി ബാക്കിയുള്ളതിൽ 0 10സും 0 1സും ഉള്ളത് ആരാണ്? 10ന്റെ സ്ഥാനത്തും 0 ആണ്, 1ന്റെ സ്ഥാനത്തും 0 ആണ്. So it is 400. I am century plus half century. ക്രിക്കറ്റിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം, ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ it's 100. ഹാഫ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100ന്റെ ഹാഫ്, അതായത് 50. 100 plus 50 is 150. എവിടെയാണ് 150 ഉള്ളത്? ഇവിടെയാണ്. I come between 400 and 450. ഇനി ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് 400 and 450യുടെ ഇടയിലാണ്. And I have 5 as a digit. ഇത് correct ആണ്. Okay. Next, the number detective. Let's have some fun with numbers and pattern, everyone. Look at the hundreds. 100, 200 and 300. Can you find all the hundreds? ഇനി ഇതല്ലാണ്ട് ഇതിന്റെ ബാക്കിയും ഇതേപോലത്തെ ഹൺഡ്രഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? യെസ്. 400, 500, 600, 700, 800 and 900. ഇനി അടുത്തത് 1000 ആണല്ലേ? അപ്പൊ ഇത്രയാണ് ഹൺഡ്രഡ്സിൽ വരുന്നത്. Some numbers are special. Let's explore. 789, 345, 123. എന്താണ് ഈ നമ്പറിന്റെ പ്രത്യേകത? 7 8 9. കണ്ടില്ലേ, അടുത്തടുത്ത നമ്പേഴ്സ് ആണ്. 3 4 5 and 1 2 3. വാട്ട് മോർ? ഇതേപോലെയുള്ള കൂടുതൽ നമ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് 1 2 3 അറിയാമെങ്കിൽ 2 3 4 234. ഇനി 3 4 5 345 ഇവിടെ ഉണ്ടല്ലേ? നമുക്ക്
4, 5, 6, 456. ഇനിയോ 5, 6, 7, 567. 6, 7, 8, 678. ഇങ്ങനെ എഴുതാം. Jojo wonders why they are so neat. Teji says 876 and 321 too have the same beat. അപ്പൊ ഇവിടെ കണ്ട പോലെ തന്നെയുള്ള ബീറ്റ് ആണ് ഇവിടെ ഈ രണ്ട് നമ്പറിനുള്ളത്. പക്ഷെ അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ 6, 7, 8 ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്കായിരുന്നു പോയത്. പക്ഷെ ഇവിടെയോ 8, 7, 6 അടുത്തടുത്ത നമ്പേഴ്സ് ആണ്. പക്ഷെ വലിയ നമ്പർ ആണ് ആദ്യം. ഇവിടെയും അതുപോലെ തന്നെ 3, 2, 1 വലിയ നമ്പർ ആണ് ആദ്യം. ഇനി നമുക്ക് 4, 3, 2 അല്ലെങ്കിൽ 5, 4, 3 അങ്ങനെ വലിയ നമ്പർ ചെറിയ നമ്പർ ചെറിയ നമ്പർ ഈ ഓർഡറിൽ എഴുതാൻ പറ്റും. Now numbers that repeat just the same 11, 22, 33 have twin digits. Twin എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ വരുന്നതിനാണ് twin എന്ന് പറയുന്നത്. 111, 222, 333 are triplet digits. ഒരേ നമ്പർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ ട്വിൻ. ഒരേ നമ്പർ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ ട്രിപ്ലെറ്റ്. Can you find more such numbers that follow the pattern? ഇതുപോലെ വേറെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം അല്ലേ? 44, 55, 66, 77, 88. ഇനി ട്രിപ്ലെറ്റ് ആണെങ്കിലോ 444, 555, 666, 776, 888. ഇനി 999 ഉണ്ട്, ഇവിടെ 99 ഉണ്ട്. ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൽ എഴുതാം. Here are more numbers that look the same from left to right and right to left. ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ നോക്കിയേ. 353 ലെഫ്റ്റിലും റൈറ്റിലും ഒരേ നമ്പർ ആണ്. ഇവിടെ 868 ലെഫ്റ്റിലും റൈറ്റിലും ഒരേ നമ്പറാ. അപ്പൊ അതായത് ഇത് നേരെ തിരിച്ചിട്ടാലും അതേ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഫൈൻഡിങ് them is a fun game. Write other such number. കുറെ നമ്പർ ഉണ്ടല്ലേ. നമുക്ക് 454, 717, 202, 989, 787 എന്നൊക്കെ എഴുതാം. ഇനിയും ഇതുപോലെ ഒരുപാട് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം. Teji likes numbers with zeros. She know the number like 210, 404 and 800. Write more such numbers. Zero ഉള്ള നമ്പേഴ്സ് എഴുതാൻ പറ്റുമോ? എഴുതാം അല്ലേ? 100, 101, 200, 203, 405 അങ്ങനെ ഇഷ്ടം പോലെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതി നോക്കാം. Let us do. I have 6 blank paper slips. I can write 100, 10 or 1 on each of them. What number can I make with these 6 strips? Discuss. ഇവിടെ 6 strips ഉണ്ട്. ഈ സ്ട്രിപ്സിൽ either 100 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 1 മാത്രമേ എഴുതാൻ പറ്റൂ. ഇങ്ങനെ എഴുതി പല പല നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ ഗേൾ പറയാണ് 6 slips with 100 written on them. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്തത്? 6 സ്ലിപ്പിലും 100 എഴുതി. അപ്പൊ എത്രയാണ് ഈ നമ്പർ? 100 plus 100, 200, 300, 400, 500 and 600 ആണ് ആ കുട്ടിക്ക് കിട്ടിയ നമ്പർ. ഇനി ഈ ബോയ് എന്താ പറയുന്നത്? ബോയ് 4 slips with 100. 4 സ്ലിപ്പിൽ 100 എഴുതി. ഇനി ബാക്കിയുള്ള 2 സ്ലിപ്പിലോ 10 on them. He got 420. എങ്ങനെയാണ്? 400 എന്ന് പറഞ്ഞാൽ 400, 410 and 420. 420 ആണ് ആ കുട്ടിക്ക് കിട്ടിയ നമ്പർ. ഇതുപോലെ താഴെ ഈ സ്ലിപ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പേഴ്സിനെ അങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. What will you write on these slips for making 231? 200s, 100 and 100. ഇനിയോ 3 10s, 10, 10 and 10. ഇനി ഒരു 1 അല്ലേ? 1 1.
ഇതാണ് 231. അതുപോലെ what will you write on the slips for making 123? 100 ആണ്, 2 tens ഉണ്ട്, 10 10, then 3 singles 1 1 1. അപ്പോൾ എത്രയായി? 123. Make other numbers. Number is dash, number is dash. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് 321 നോക്കാം. എങ്ങനെ എഴുതാം? 3 hundreds, 2 tens, 1 1. 321. ഇനി ഇല്ലെങ്കിലോ 501. അപ്പൊ എങ്ങനെ എഴുതാം? 100 100 100 100 100. അപ്പൊ 500s ആയി. ഇനി ഒരു 1 കൂടി കൊടുക്കുക. അപ്പൊ 501 ആയി. ഇതുപോലെ നിങ്ങളും ശ്രമിക്കുക പല നമ്പർ വീതം എഴുതാൻ. What is the largest number that can be made? ഏതാണ് ഇത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ? എല്ലാ സ്ലിപ്പിലും 6 സ്ലിപ്പിലും 100 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100. 6 സ്ലിപ്പിലും 100 കൊടുത്താൽ ആൻസർ വരും എന്താ? 600. അപ്പൊ 600 ആണ് ഈ ഒരു സ്ലിപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ. Are there number which cannot be made using these slips? Yes, കുറെ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ 100 മാത്രമാണ് എഴുതുന്നത് എന്ന് വിചാരിക്കുക. നമുക്ക് ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റില്ല. കാരണം ഒന്നുകിൽ ഒരു 100, ബാക്കിയൊക്കെ കാലിയായി പോയില്ലേ. ഇനി 10 10 tens ആണെങ്കിൽ 10 tens വേണം. ഇവിടെ 6 cards അല്ലേ ഉള്ളൂ. 1 ഉപയോഗിച്ച് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ 100 ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ 321 എന്ന് പറഞ്ഞില്ലേ, 322 കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇത്രയും ഇതില് 321 കൊടുത്തു. ഇനി അടുത്ത 1 നമ്മൾ എവിടെ എഴുതും? എഴുതാൻ സ്ഥലമില്ലല്ലേ. അതുപോലെ നമുക്ക് 511 ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ 500s എടുത്തു. ഇനി ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ 1 എഴുതാൻ സ്ഥലമില്ല, 1 കൊടുത്തു കഴിഞ്ഞാൽ 10 എഴുതാനും സ്ഥലമില്ല. അങ്ങനെ കുറെ നമ്പേഴ്സ് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഉണ്ട്. What is the smallest number that can be made? Largest number എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും 100 എഴുതിയിരുന്നു. അപ്പൊ സ്മോളസ്റ്റ് നമ്പറോ എല്ലാത്തിലും 1 എഴുതുകയാണ്. അപ്പൊ 6 times 1 എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ 6 ആണ്. അപ്പൊ ഇതാണ് ലീസ്റ്റ് നമ്പർ. My numbers. Take the digits 3 and 8 and make as many 2 or 3 digit number as you can. You can repeat the digit. 3ഉം 8ഉം ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് വേണ്ടത് 2 ഡിജിറ്റ് നമ്പറും 3 ഡിജിറ്റ് നമ്പറും ആണ്. ആദ്യം നമുക്ക് 2 ഡിജിറ്റ് നോക്കാം. 3 3 നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനിയോ 3 8, ഇനി 8 3, ഇനി 8 8. ഇനി ഏതെങ്കിലും നമ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? 2 ഡിജിറ്റ് നമ്പർ ഇത്രേ പറ്റുള്ളൂ അല്ലേ? ഇനി 3 ഡിജിറ്റ് നമ്പർ നോക്കാം. ഏതൊക്കെ ഉണ്ടാക്കാം? 3 3 3 3 3 8 3 8 3, പിന്നെയോ 3 8 8, ഇനി 8 3 3 8 3 8 8 8 3 8 8 8. ഇനി എന്തെങ്കിലും നമ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റുമോന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് കൂടുതൽ നമ്പർ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാക്കണം. ഓക്കെ? അപ്പോ അറേഞ്ച് ദ നമ്പർ സ്മോളർ ടു ഗ്രേറ്റർ. അപ്പൊ നമ്മൾ ഇതുവരെ എഴുതിയ നമ്പറിനെ നമുക്ക് സ്മോളർ ടു ഗ്രേറ്റർ എഴുതാം. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 33, പിന്നെ 38, പിന്നെയോ 83 88, പിന്നെ 333 338 383 388 833 838 883 888. ഈ ഒരു ഓർഡറിൽ എഴുതുക.
ഇനി ഈ കിട്ടിയതില് സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് നമ്പർ ആണ് 33. ലാർജസ്റ്റ് നമ്പറോ 888. Teji is making numbers using words. She shows the blue cards and says 12. She shows the yellow card and says 14. Why? ഇവിടെ കാർഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്പറുകൾ തന്നിരിക്കുന്നത്. ആദ്യത്തെ കാർഡ്സിന് 12 എന്നും രണ്ടാമത്തെ കാർഡ്സ് ഉപയോഗിച്ച് 14 ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ്? See here, moon. ഒറ്റ മൂണേ ഉള്ളൂ അല്ലേ? അപ്പൊ മൂൺ എന്ന കാർഡിന് 1 കൊടുത്തു. ട്വിൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ് നേരത്തെ പറഞ്ഞല്ലോ. സോ ദിസ് ഇസ് 2. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നപ്പോ എത്രയായി? 1 2, അതായത് 12. ഇനി യെല്ലോ കാർഡ്സിലോ കുത്തബ് മിനാർ, ചാർ മിനാർ. ഈ ഒരു കാണുന്ന ഇതിനാണ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാറിൽ ഒരു മിനാർ ഉണ്ട്. ചാർ മിനാർ, ചാർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സൈഡിലും ഓരോ മിനാർ വീതമുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് 4 എന്ന് പറയാം. സോ ഇവിടെ 12 ആയി, ഇവിടെ 14 ആയി. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ അജി ഷോഡ് സം മോർ നമ്പേഴ്സ്. ഇവിടെ അജി കാണിച്ചിരിക്കുന്ന സം മോർ നമ്പേഴ്സ് എങ്ങനെയാണ്? സാരി ഗമ പാധാനി, സപ്തസ്വര. സപ്തസ്വരാസ് എന്ന് പറഞ്ഞാൽ 7 ആണ്. മൂൺ നമ്മൾ പറഞ്ഞു 1 ആണ്. അപ്പൊ ഇത് എത്രയാണ് നമ്പർ? 71. ഇനി ഇവിടെയോ പാം, എത്ര വിരലുകളുണ്ട്? 5 ഫിംഗേഴ്സ് അല്ലേ? 5. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ത്രികാല, 3 കാലങ്ങളാണ്. ഒന്ന് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. 3. അപ്പൊ ഈ നമ്പർ ആണ് 53. This way of saying numbers using word is called ബുധ സംഖ്യ. ബുധ സംഖ്യ എന്നാണ് ഇതിന് പറയുന്നത്. Which means word numerals. Word numerals. ബുധ സംഖ്യ. Write the numbers for following cards. ഈ കാർഡ്സ് ഉപയോഗിച്ച് നമ്പർ എഴുതണം. ഫസ്റ്റ് ഡയറക്ഷൻസ്. എത്ര ഡയറക്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്? നോർത്ത്, വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ്. 4 ഡയറക്ഷൻസ് ഉണ്ട്. ഐസ്, എത്ര ഐസ് ഉണ്ട്? 2. So the number is 42. ഇവിടെ സെൻസ് ഓർഗൻ, എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? 1 2 3 4 5. 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഹെക്സഗൺ, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6. 6 സൈഡ്സ് ആണ് ഉള്ളത്. അപ്പൊ 6. അപ്പൊ നമ്പർ എത്രയാണ്? 56. Think of other words 0 to 9. Make new cards for the numbers 15, 27 and 94. ഈ നമ്പേഴ്സിനുള്ള കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഫസ്റ്റ് വൺ 15 അല്ലേ? മൂൺ 1 ആണ്. പാം, കയ്യില് 5 ഫിംഗേഴ്സ് ഉണ്ട്. സോ 15. ഇനി 27. 27 2 eyes. സോ 2. റെയിൻബോസിൽ എത്ര കളർ ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട് അല്ലേ? സോ 27. ഇനി 94 എങ്ങനെ ഉണ്ടാക്കും? നവരസ, ഡാൻസിലൊക്കെ നവരസങ്ങൾ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ രസാസ് 9 ആണ്. ഡയറക്ഷൻസ് 4 ആണ്. സോ ദിസ് ഈസ് 94. ഇങ്ങനെ ഇനിയും പല പല നമ്പറിനും പല പല കാർഡ്സുകളും ഉപയോഗിച്ച് ശ്രമിച്ചു നോക്കാം. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ്. നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും എക്സസൈസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.